നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുകയാണ്. അനിൽകുമാറാണ് അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം സർ. കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയും പ്രധാനമായും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സർ, ഈ ഒരു സമയം വളരെ നിർണായകമാണ്. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു, ട്രംപ് അധികാരത്തിൽ കയറുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മുൻപുള്ള പോലെ ട്രംപ് മുൻപ് അധികാരത്തിൽ ഇരുന്ന പോലെയുള്ള ഒരു ലോകക്രമമല്ല, ലോകക്രമം ആകെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നു, ഇറാൻ കൂടി യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിൽ ഏറ്റവും ഒടുവിലായി ഇതാ പറയുന്നു, ട്രംപ് പറയുകയാണ്, ഇറാനെ തീർക്കാൻ ഇസ്രായേലിന് എന്തും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയാണ്. എന്തായിരിക്കും ഇനി ഒരു ഭാവി തീരുമാനങ്ങളൊക്കെ സംഭവിക്കാൻ പോവുക? ലോകക്രമം മാറിയിട്ടില്ല, പക്ഷെ മാറും. കാരണം നേരത്തെ സൂചിപ്പിച്ച പല അശാന്തി, പല ലോകരാഷ്ട്രങ്ങൾ നടക്കുന്ന അശാന്തി, ചില പൂർണ്ണതോതിൽ യുദ്ധം എന്ന് പറയാൻ കഴിയില്ല, എന്നാലും യുദ്ധത്തിനായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം ഉള്ള ചില വിഷയങ്ങൾ ലോകത്തിലെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഏറ്റവും രൂക്ഷമായി നടക്കുന്ന മധ്യേഷ്യയിലാണെന്ന് മാത്രം. അതെ, മധ്യേഷ്യയിലെ യുദ്ധം രൂക്ഷമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഏരിയ മുഴുവൻ ഇസ്ലാമിക് കൺട്രീസാണ്. അപ്പൊ ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത് ഇന്ന് ലോക സമാധാനത്തിന് പൊതുവിൽ ഭീഷണിയാണെന്ന് കരുതുന്നവരാണ് എല്ലാവരും. അത് ഇവരൊഴികെയുള്ള ലോകത്തുള്ള മറ്റെല്ലാ ആളുകൾക്കും. എന്തുകൊണ്ട് ഭീഷണിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ല പ്രശ്നം, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ചില റാഡിക്കൽ ഗ്രൂപ്പുകൾ, നമ്മൾ പറയുന്ന ഈ ഹിസ്ബുള്ള, അതുപോലെ ഹമാസ്, ബ്രദർഹുഡ് മുതലായിട്ടുള്ള ഒരുപാട് റാഡിക്കൽ ഗ്രൂപ്പ്സുകളുണ്ട്. ഇവർക്ക് പലപ്പോഴും താവളവും സംരക്ഷണവും ധനമൊക്കെ കൊടുത്ത് സംരക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് കൺട്രീസാണ്. വേറെ രാജ്യത്തും പോയി അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകം ഭയക്കുന്നത് ഇവരെയാണ്. ഏത് രാജ്യമാണ് ഏത് ഘട്ടത്തിലാണ് ഇവരെയൊക്കെ സഹായിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ തിരിച്ചുവരവ്, അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചുവരവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിലവിൽ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് അയവുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൂടുതലൊരു ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ട്രംപ് പറഞ്ഞിരുന്നല്ലോ, യുദ്ധം തുടങ്ങാനല്ല നിർത്താനാണ് താൻ അധികാരത്തിൽ. തീർച്ചയായിട്ടും. കാര്യം ട്രംപ് പഴയ ട്രംപ് അല്ല. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് അദ്ദേഹം പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, രാജ്യത്തല്ല ലോകത്ത് തന്നെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പഴയ അമേരിക്കയല്ല ഇപ്പോ, അമേരിക്കൻ പൗരന്മാർ മാറിക്കഴിഞ്ഞു. മുമ്പ് അവർക്ക് ഈ പറഞ്ഞാൽ 1 പറഞ്ഞാൽ 2 അടിയാണ്, അവനങ്ങ് യുദ്ധം ചെയ്തേക്ക്, അവന് ബോംബിട്ട് തകർത്തേക്ക് എന്നുള്ളതാണ്. ആ നിലപാട് അമേരിക്ക മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയും ഇപ്പൊ മനസ്സിലാക്കി യുദ്ധത്തെക്കാളേറെ സമാധാനമുള്ള അന്തരീക്ഷമാണ് മനുഷ്യന് ആവശ്യം എന്ന് അവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ബൈഡൻ ഭരിച്ചപ്പോൾ പോലും ഇസ്രായേല് പിന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ആക്രമിച്ചപ്പോ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് കാരണം അതാണ്. കാരണം അമേരിക്കൻ പൗരന്മാരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ബൈഡൻ പോലും ബോധിച്ചത്. ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് ഇസ്രായേൽ എതിർക്കണം. എന്നാൽ അങ്ങനെ പ്രത്യക്ഷ എതിർപ്പ് ഉണ്ടായിട്ടില്ല. ചില നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്തു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് മാത്രം. എന്നിട്ട് യുദ്ധത്തിന്റെ കുറവുണ്ടായോ? ഇല്ല. ഞാനൊന്ന് ചോദിക്കുകയാണ്, കാരണം ഇപ്പോൾ സമാധാനത്തിലാണ് അമേരിക്കനിലെ അല്ലെങ്കിൽ പൗരന്മാരെന്ന് പറഞ്ഞു, സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ട്രംപിന്റെ പലതരത്തിലുള്ള പ്രചാരണ വേളയിലും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, പ്രധാനമായും കരോലിനയിലടക്കം പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രചരണ നാളുകൾ ഒന്നടങ്കം അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ എങ്ങനെയായിരുന്നു? ആദ്യം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർക്കൂ, പിന്നീടാകാം ബാക്കി കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അടക്കം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ട്രംപ് വിജയിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ജനതയുടെ മനസ്സിന്റെ ഒരു രീതി അപ്പൊ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം ഇപ്പൊ എണ്ണപ്പാടം തകർക്കുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും എന്താണ് ഈ പറഞ്ഞ ഒരു ഈ ആണവ കേന്ദ്രങ്ങളല്ല, അവരെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ഒരു രാജ്യത്തിന് നമുക്ക് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് അടുത്ത വൈദ്യുതി ഇല്ലാതാക്കുക, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഇല്ലാതാക്കുകയാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നു, സത്യമാണ്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ബൈഡൻ കൊടുത്തൊരു മൗനാനുവാദമുണ്ട്, അത് നിഷ്ഫലമായി പോകും. ഇസ്രായേൽ ഒറ്റപ്പെടും, ലോകരാജ്യം ചിലപ്പോൾ ഇന്ത്യ പോലും ചിലപ്പോൾ എതിർത്തേക്കും. തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനതയല്ല, നിങ്ങൾ ഉപദ്രവിക്കുന്ന റാഡിക്കൽസ് ആണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ വേണം ഉന്മൂലനം ചെയ്യാൻ, അല്ലാതെ സാധാരണക്കാരെ ജനങ്ങളുടെ നിത്യജീവിതത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് വെള്ളവും വൈദ്യുതിയും ഇല്ലാതാക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോക ജനതയും ഒപ്പം നിൽക്കില്ല. ഇസ്രായേലിലെ ഏത് രാജ്യമായാലും ശരി തന്നെ.
ആ തിരിച്ചറിവ് നെതന്യാഹുവിന് ഉണ്ടായി. അതുകൊണ്ടാണ് അത് അത്തരത്തിൽ ആക്രമണത്തിൽ പോകാത്തത്. പിന്നെ ഈ പൊതുവെ ഈ മാധ്യമങ്ങളുടെ ഒരു ഒരു അസംഷനായിരുന്നു ആണവരെ ആക്രമിച്ചേക്കും. ആണവരൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ചത് നിൽക്കുമല്ലോ. പിന്നെ പലതരത്തിലേക്ക് പല ഘട്ടത്തിലേക്ക് പോകും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു പരിധിവരെ ഇറാന്റെ കൂടെ നിൽക്കാൻ രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ അവര് തിരിച്ചടിക്കാൻ തയ്യാറാവും. അത് ഈ മധ്യേഷ്യയിൽ വ്യാപിച്ച് ഇന്ത്യയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ പോകാത്തതും ഇസ്രായേലിനെ ആരും തള്ളി വിടാത്തതും. അത് ഒരു കണക്കിന് വളരെ നന്നായി എന്നുള്ളതാണ്. അത് ഇനി വരുന്ന സമയത്ത്, ബൈഡൻ വരുന്ന സമയത്ത് കുറച്ചുകൂടി അയവ് വരും എന്ന് മാത്രമല്ല, ഇസ്രായേലും ഇറാനും ചിലപ്പോ ഒരു മേശയ്ക്ക് ചർച്ച ചെയ്താലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം ഇനിയിപ്പോ അതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരിപ്പോ അഭിമുഖീകരിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ പ്രശ്നമാണ്. അമേരിക്കയുടെ സിവിൽ സൊസൈറ്റി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഇംഗ്ലണ്ടിലൊക്കെ കാണുന്നുണ്ട്, ഇംഗ്ലണ്ടിലും ഫ്രാൻസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അമേരിക്കയുടെ ഒരു ഭാഗത്ത് വലിയ തോതിൽ അനധികൃത കുടിയേറ്റം നടക്കുന്നു. അതിലേറെ പങ്ക് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളാണ്, അതും ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവരെ വന്ന് ഒരിടത്ത് ഒത്തുകൂടുകയും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ രാജ്യത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ സമാധാനത്തിന് കേടാവുകയും ചെയ്യുന്ന സന്ദർഭം ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട തൊട്ടടുത്ത ദിവസം പറഞ്ഞ ഞാൻ എല്ലാ ഇല്ലീഗൽ മൈഗ്രൻസിനെയും ഇവിടുന്ന് ഓടിക്കും, ബോർഡർ അടയ്ക്കും എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാക്കും പറഞ്ഞാണ്. കാരണം ഇവർ വരുമ്പോ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും ഈ ഇവര് തമ്മിലുള്ള സ്കഫിൾ കൂടി വരും. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതായി പോയി, ഇവരുടെ കാര്യങ്ങളിലേക്ക് മാത്രമാകും. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിട്ട് കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ മറ്റും ബുദ്ധിമുട്ട് വരും. അതിനേക്കാളും ഇവരെ ഒഴിവാക്കി വിടുന്നതാണ് നല്ലത്. ഇവരെ അതിർത്തിയിൽ വെച്ച് തന്നെ പറഞ്ഞു വിടുക, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകും, ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന്. ആ ഒരു നയമാണ് ഇപ്പൊ ട്രംപ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചും പറഞ്ഞപ്പോൾ അതിൽ ഒന്നുകൂടി ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാനാണ്. പക്ഷെ ഈ കൃത്യമായി തന്നെ പലപ്പോഴും ഭീഷണികൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആണവ കേന്ദ്ര നയങ്ങളുടെ അല്ലെങ്കിൽ അത് പയറ്റാനുള്ള സാധ്യതയുണ്ട്, നയം മാറ്റാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണി പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സത്യത്തിൽ അവർ ഈ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയായിരുന്നോ? നമുക്ക് അങ്ങനെ കണക്കാക്കാൻ കഴിയുമോ? തീർച്ചയായും അതൊരു പ്രകോപനമാവാം, ഇല്ലെങ്കിൽ ഒരു ഭീഷണിയാവാം. ഈ നമ്മൾ പറയല്ലേ, ചില ഊച്ചാളിമാരൊക്കെ നാട്ടിൽ നിന്ന് പറയല്ലോ, നീ എന്നെ വലിയ ചെയ്, അപ്പൊ ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങോട്ടടി, ആദ്യം നീ അടി, ഞാൻ അടിക്കുമല്ലോ, നീ അടി എന്ന് പറയുമല്ലോ സാറിന് ഊച്ചാളികൾ പറയുന്നത്. അത് ഭീരുത്വം കൊണ്ടാണ്, നമ്മൾ പറയുന്നത്. കാര്യം അവൻ ഇങ്ങോട്ട് അടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വെല്ലുവിളിക്കുന്നത്. ഇത് ഇറാൻ കാണിച്ചൊരു ഭീരുത. ഇറാൻ അറിയാം, ഇറാൻ ഒറ്റപ്പെട്ട് ലോകത്ത് ഇറാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇതൊരു പ്രകോപനത്തിനപ്പുറം ഒരു ഭീരുത്വത്തിന്റെ തെളിവായിട്ട് കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രകോപനരാവാത്തത്? കാര്യം അവർക്കറിയാം ഈ പറച്ചിലിന് വലിയ ആത്മാർത്ഥത ഇല്ലാതെ അവർക്ക് നന്നായിട്ടറിയാം. ഇനി ഇവരുടെ ആണനില ആക്രമിച്ചുകൊണ്ടല്ല ഈ ആളുകളെ നശിപ്പിക്കേണ്ടത്, മറിച്ച് എവിടെയാണോ കൃത്യമായിട്ട് ശല്യക്കാരനെ അവരെ പിക്കാന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു പ്രസ്താവന നടത്തി, ഇറാൻ ഇനി ഗാസ വഴി ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാര്യം അവിടെ മിലിറ്ററി നെറ്റ്വർക്ക് മൊത്തം പോയെന്നത് ഞാൻ പ്രഖ്യാപിച്ചു. ഹെസ്ബുള്ളയുടെയോ ഹമാസിന്റെയോ മിലിറ്ററി നെറ്റ്വർക്ക് ഇപ്പൊ ഗാസയിലില്ല, പൂർണ്ണമായി അവർ നശിപ്പിച്ചു. ഒരു തരത്തിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഇറാൻ അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഭീഷണി എടുക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ന്യായമായ ഒരു കാര്യമാണ്. നമുക്ക് ഒരു ലിങ്കും ഇല്ല, ഒരിടത്ത് ബന്ധപ്പെടാനായിട്ട് വേറെ ഒരു സോഴ്സുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വയം അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇറാൻ ഇപ്പൊ തീർച്ചയായും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ മാത്രമേ അവർ കഴിയുള്ളൂ. പക്ഷെ സ്വന്തം രാജ്യത്തിരുന്ന് ഒരു പ്രശ്ന കാര്യമില്ല, മറ്റൊരു രാജ്യത്തെ യുദ്ധം ചെയ്യുമ്പോഴേക്കും ലോകരാജ്യങ്ങളെല്ലാം ഇറാനെതിരാകും. അതുകൊണ്ടാണ് ഇപ്പൊ അവര് ഒരു ഒരു യൂട്ടേൺ അടിക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ ട്രംപ് ജയിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അത് സ്വാഭാവികമായിട്ടും ലോകത്തിന് നല്ലതാണ്. മാത്രമല്ല തുടക്കത്തിൽ ചെറിയ സൂചിപ്പിച്ച ഒരു ലോകക്രമം മാറി എന്ന് പറഞ്ഞില്ലേ, ഞാൻ മാറും എന്ന് പറഞ്ഞു, ഉറപ്പായിട്ട് മാറും. കാരണം അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റം വരും ട്രംപ് വന്നതിന് ശേഷം. ആ വിദേശകാര്യത്തിൽ മാറ്റം വരുന്നതോടൊപ്പം തന്നെ നിലപാടുകളിലും മാറ്റം വരും. നിലപാടിലും മാറ്റം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ ഒരു ആക്രാമകമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അനുനയത്തിന്റെ മാർഗം സ്വീകരിക്കാൻ അമേരിക്ക. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമാണ്. ഇറാന്റെ ആകെയുള്ള ഒരു പ്രശ്നം എന്താ, ഇവരുടെ പ്രോക്സീസ് ആണല്ലോ ഈ ടീമുകളെല്ലാം, ഈ എല്ലായിടത്തും കടന്ന് പൊളയ്ക്കുന്ന ഈ ഇസ്ലാമിക ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇവരുടെ പ്രോക്സീസാണ്. ഈ പ്രോക്സീസിനെ സംരക്ഷിക്കണമെന്ന് ഒരിക്കലും ഇറാൻ പറയാൻ കഴിയില്ലല്ലോ.
ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ അവരെ തള്ളി പറയേണ്ടി വരും. അപ്പൊ ഇവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം താനെ നശിക്കും. നമ്മൾ നശീകരണത്തിന്റെ വക്കിലാണല്ലോ ഈ ടീമുകൾ. ആണ് തീർച്ചയായിട്ടും. അല്ല ഇനി ഗോഡ് ഫാദർ ഇല്ലല്ലോ. ഇറാൻ പറയണം ഇനി ഞങ്ങളില്ല. ഖമേനി ഏതാണ്ട് തട്ടിപ്പോകാനുള്ള അവസ്ഥയിലാണെന്ന് കേൾക്കുന്നുണ്ട്. അതെ അതെ അതെ. പുള്ളിക്ക് എന്തോ ഗുരുതര രോഗമെന്നാ പറയുന്നത്. പക്ഷെ ആ രോഗക്കിടക്കിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ തിരിച്ചടിക്കും, പല്ല് പിളർത്തുന്ന തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ വാക്കിൽ മാത്രം ഒതുങ്ങിയിരുന്നു. അല്ല അദ്ദേഹത്തിനാണ് ഒരു ഒളികത്തിർത്തി പറയുന്നത്. അത്ര ധൈര്യശാലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് വന്നിരുത്തി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എന്ന് പറയണ്ടേ. ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ പോയെന്നല്ലേ പറയുന്നത്. അപ്പൊ പേടിയുണ്ട്. കാരണം പിന്തുടർന്ന് ആക്രമിക്കും, പുള്ളിയെ കൊലപ്പെടുത്തുന്ന പുള്ളിക്ക് നന്നായിട്ട് പേടിയുണ്ട്. ഇതിനേക്കാളും വലിയ ഭീകരന്മാരെ കൊന്നില്ലേ ഇസ്രായേൽ. ഇരിച്ചവി അറിയാതെ വളരെ ഭംഗിയായിട്ട് അവരുടെ ഓപ്പറേഷൻസ് വളരെ ഷാർപ്പായിരുന്നു. ഒരാളെ പിന്നെ ഇന്നടത്തിരിക്കുന്ന ആളിനെ നശിപ്പാൻ ഞാൻ കൃത്യമായിട്ട് അയാളെ തന്നെ ലക്ഷ്യമാക്കി കൊല്ലുകയല്ലേ ചെയ്തത്. ഈഗയായാലും പിന്നെ അതിന് ശേഷമുള്ള തീവ്രവാദികളെല്ലാം ആ തരത്തിലാണ് കൊന്നത്. ഇത് നന്നായിട്ട് ഖമേനിക്കും അറിയാം, കൈവിട്ട് പോയി എന്ന് അദ്ദേഹത്തിനും അറിയാം. ഈ ഖമേനിയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യം പറഞ്ഞാൽ ഇറാനെ മാത്രം നമുക്കെടുക്കാം. ഖമേനി പറയുകയാണ്, പരമോന്നത നേതാവാണല്ലോ ഖമേനി. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെയുള്ള ആയുധധാരികളൊക്കെ തന്നെ അനുസരിക്കണം എന്ന് നമുക്ക് കണക്കാക്കാമല്ലോ. ആ ഘട്ടത്തിലാണ് ഖമേനി പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിനെ അടിക്കും, ഞങ്ങൾ എന്ത് വില കൊടുത്ത് നിങ്ങളെ അടിച്ചിരിക്കും, നവംബർ 5-ാം തീയതി ആയിരിക്കും അറ്റാക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ ജനുവരി വരെ ഞങ്ങൾ കാത്തിരിക്കില്ല, അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലേറുന്നവരെ ഞങ്ങൾ കാത്തിരിക്കില്ല, അതിന് മുമ്പ് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ വലിയ വായിൽ പറയുകയുണ്ടായി. എന്നാൽ നവംബർ 5-നോ അതിനുശേഷമോ അതിന് മുൻപോ വലിയ തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് എന്റെ ചോദ്യം ഇതായിരുന്നു, ഖമേനിയെ സ്വന്തം രാജ്യം തന്നെ ചതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം അവർക്കറിയാം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവർ തന്നെ ഖമേനിയെ ചതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കുറച്ചു ദിവസം മുമ്പ് ഇറാന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാചകം. അതെ, തീസാർ നേരത്തെ പറഞ്ഞു. കാരണം എന്നെ സഹായിച്ചാൽ, എന്നെ ഭരണത്തിലാണ് സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിലവിലുള്ള ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം വരുത്താം, ഒരു ഡെമോക്രാറ്റിക് തരത്തിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് ആ മനുഷ്യൻ പറയാൻ കാരണം എന്താ? ഇവരുടെ ഭരണത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശവും നശിച്ചവരായിരിക്കുമല്ലോ. 2 ദിവസം മുമ്പ് ഒരു ഇറാനി വരുന്ന അർദ്ധനഗ്ന വേഷത്തിൽ പിന്നെ ടെഹ്റാനിൽ സംഭവം നിന്നു, ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലല്ല. ഇതിനെല്ലാം നമ്മൾ ചില സൂചകങ്ങളായിട്ട് വേണം കാണാൻ. കാരണം ഇറാന്റെ ഇസ്ലാമിക ഭരണത്തിന്റെ പല്ല് കൊഴിഞ്ഞു തുടങ്ങിയെന്നതിന്റെ അർത്ഥം. അപ്പൊ ഇത്തരത്തിൽ പിന്നെ സിറിയയ്ക്ക് അറിയുമെന്നറിയില്ല, 70s ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യ എന്നറിയപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് അന്ന് പേർഷ്യ പോണെന്നാ പറയുക. പഴയ ആളുകളൊക്കെ പോയത് പേർഷ്യയിലാണ്, ഇതുപോലെ ഗൾഫിലല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ആധുനികത അഥവാ ഫാഷൻ വരുന്നതിന് മുമ്പ് തന്നെ വന്ന രാജ്യമാണ് ഇറാൻ. 70s പഴയ വീഡിയോസ് കൊണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ വളരെ ഫാഷനബിൾ ആയിട്ട് ലോകത്തെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയായിരുന്ന ഇറാനെ നശിപ്പിച്ചത് ഈ അയത്തുള്ള ഖൊമൈനി വന്നിട്ട് നടത്തിയ ഈ ഇസ്ലാമിക ഭരണമാണ്. ഒരു 2 തലമുറയ്ക്ക് അപ്പുറമാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഈ ഇളം തലമുറയ്ക്ക് അറിയാം. ഇവർ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആളുകളൊന്നും ഈ സഫോക്കേഷൻ അംഗീകരിക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ല, ഇങ്ങനെ ഒരു ജീവിതം അവർക്ക് താല്പര്യമില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിലും എന്തുണ്ടാവും, ഒരു പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ചതിക്കാനോ തോന്നിക്കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഖമേനിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിസം, ഇസ്ലാമിക ഭരണത്തിൽ എന്ത് പോപ്പുലാരിസം, അവരുടെ റൂളാണ് പ്രധാനം, ശരിയാണ് പ്രധാനം. ആ ശരിയാക്കപ്പുറം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനതയ്ക്ക് ഒരു അതിർത്തിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റിൽ കൂടെ നമ്മൾ കാണുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പിടി അയഞ്ഞു വരും. ഇദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ഈ ശരിയായ നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്ന ആളുകളും പകയ്ക്കും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റം ഇറാനിലുണ്ടാവും. ഇപ്പൊ ഇറാന്റെ ഒരു ഭരണമാറ്റമാണ് അത്യാവശ്യം, ലോകം ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ സഹകരിക്കും, അപ്പുറത്ത് അമേരിക്കയും ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും സഹകരിക്കും. ഇന്ത്യ അല്ലെങ്കിൽ തന്നെ ഇറാനുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഇവരെ പരിപോഷിപ്പിക്കുന്ന തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്ന നയത്തിലൂടെ മാത്രമേ ഇന്ത്യ എതിർപ്പുള്ളൂ. അത് ഇറാനോടൊന്നല്ല, ലോകത്തുള്ള ഏത് രാജ്യങ്ങൾ പിന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചാലും അതിന് എതിർക്കുന്ന ഒരു നയമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. അത് അടുത്ത കാലത്ത് മാറാൻ പോകുന്നില്ല. കാര്യം നമ്മൾ കുറെ കാലം അനുഭവിക്കുകയാണ് ആ പ്രശ്നം. തീവ്രവാദികളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാശ്മീരിലടക്കം. അപ്പൊ ഇനി അത് വീണ്ടും വിത്തിട്ട് മുളപ്പിച്ചെടുക്കാനായിട്ട് ഒരിക്കലും താല്പര്യപ്പെടില്ല. ബംഗ്ലാദേശിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളതാണ്. അൽ ഖ്വയ്ദ വീണ്ടും അവിടെ ഏതാണ്ട് വേര് ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഈ യൂനിസിന്റെ നേതൃത്വത്തിൽ. ആരാ യൂനിസിന്റെ പർപ്പസ്? ജോ ബൈഡന്റെ ഡിപ്ലോമാറ്റുകൾ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് ആളുകളെ കൊണ്ടുവരിക. അതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ രംഗത്തിറക്കുകയാണ്. പിന്നീട് അവരെ അടിച്ചമർത്തിയിട്ട് അത് പിടിച്ചെടുക്കുക. ഇങ്ങനെ ഒരു നയം മുമ്പുണ്ടായിരുന്ന രാജ്യത്തിന്. അത് പതിയെ പതിയെ മാറുകയാണ്.
അമേരിക്കയും ആ രീതിയിലേക്ക് മാറുകയാണ്. അമേരിക്കയ്ക്ക് സമാധാനവും വെൽഫെയറുമാണ് അവർക്ക് ആവശ്യം. രാജ്യത്തുള്ള പൗരന്മാർക്ക് സമാധാനം ജീവിക്കാൻ അന്തരീക്ഷം ഉണ്ടാകും. അതിനാരാണോ ഇപ്പൊ പ്രതിസന്ധി അവരെ ഇല്ലാതാക്കുക എന്നാണ് പൊതുവെ ഇപ്പൊ എല്ലാ രാജ്യങ്ങളുടെയും ഒരു നയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇറാന് അടിയറ പറയേണ്ടി വരും. ഈ ടീമുകളെ പ്രത്യേകിച്ചും മിണ്ടാതിരിക്കുകയാണ് അവർ, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് കുറച്ച് നാളുകളായി നടത്തുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ ഇസ്രായേലിന് ഉറങ്ങാൻ കഴിയുകയില്ലല്ലോ. കാരണം എപ്പോഴും വേണമെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനുള്ള രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപുള്ള ഉദാഹരണങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ തന്നെ സമാധാനത്തിനുള്ള വെള്ളരിപ്രാവുകൾ പറക്കാനുള്ള സമയമായി നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കരാറിലേക്ക് വരാതെ നമുക്ക് അങ്ങനെ ഒരു സമാധാനത്തിന്റെ ദിവസങ്ങളാണ് ഇനി ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഉള്ളതെന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പൊ അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ ഗ്രൂപ്പുകളുടെ അടിവേര് ഏതാണ്ട് അറുത്ത് കഴിഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഹമാസിന്റെ ഹെസ്ബുള്ളയുടെ അടിവേര് ഏതാണ്ട് അറുത്ത് കഴിഞ്ഞു. ലെബനൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴും അവരുടെ ചില ഏരിയകളിൽ അവർക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈജിപ്റ്റ് ഇവരോടൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സഹായിക്കാൻ സാധ്യതയുള്ളത് അപ്പുറത്ത് കിടക്കുന്ന ഈജിപ്റ്റ്, ജോർദാൻ മറ്റേ രാജ്യം. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. കാര്യം അവർക്ക് എന്റെ ദുരന്തം അനുഭവിക്കുന്നവരാണ്. മറ്റുള്ളവരെ വെറുപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എന്ന് പറയുന്നത് വേരറുത്തിട്ടാണ് ചർച്ച. വേരറുക്കാൻ ചർച്ചയുമായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70 to 80% ഈ ഹിസ്ബുള്ളയുടെയും ഗാസയിൽ പൂർണ്ണമായിട്ട് മാറ്റി. ഇനിയും ഈ ഇറാനകത്തും ഈ ലെബനകത്തും നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെയും കൂടി എന്ത് ചെയ്യുക, വലിയ ഗ്രൂപ്പുകൾ അവരെയും കൂടി നശിപ്പിച്ചാൽ മാത്രമേ ഒരു ടേബിളിന്റെ മുമ്പ് ഇരുന്ന് ചർച്ചയ്ക്ക് സ്കോപ്പ് ഉള്ളൂ. ഇറാഖിലെ പ്രോക്സിമുകളും ഉണ്ട്, അവരുമുണ്ട്, ഇറാഖിലുമുണ്ടല്ലോ. ഇപ്പം ISIS ഉണ്ട്. വേണമെങ്കിൽ അവർ നാളെ രംഗത്തിറങ്ങി കൂടെ കഴിയില്ല. ഈ പല സ്ഥലത്ത് ഷാഡോ ആയിട്ട് വിൽക്കുന്ന അൽഖ്വയ്ദ ഗ്രൂപ്പുകളുണ്ട്. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളുണ്ട്. പാകിസ്ഥാനിലും അടക്കമുള്ള ആളുകൾ. അപ്പൊ ഇവരൊക്കെ ചിലപ്പോൾ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ പൊയ്ക്കൂടാകയില്ല. പക്ഷെ അപ്പോഴും നേരത്തെ ശ്രീജ പറഞ്ഞാല് ഇസ്രായേൽ ഇതുവരെ സമാധാനം തുടങ്ങിയിട്ടില്ലല്ലോ. ആ രാജ്യം രൂപപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു സമാധാനം തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഉറങ്ങാൻ വിട്ടിട്ടില്ലല്ലോ. ഒരു ചെറിയൊരു ജനത, ഒരു ചെറിയൊരു ഭൂപ്രദേശം ഒരു കാരണവുമില്ലാതെ നിരന്തരമായി അവർ യുദ്ധം ചെയ്യുക, അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് ഈ ഒരു ബാർബറിസമാണ്. നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ പറയുന്ന ബാർബറിസം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. അതിന് അറുതി വരണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ബാർബറിസത്തിന് ഒരു സ്ഥാനമില്ല. അപ്പോൾ ഇസ്ലാമികവൽക്കരണം എന്ന് ഇവരുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ലോകമാകെ ഇസ്ലാമികവൽക്കരണം കൊണ്ടുവന്നത്. അതിന് ഒരു തകർച്ചയ്ക്ക് തുടക്കമിട്ടത് ഇപ്പൊ ഇസ്രായേലാണ്. അതിന്റെ പൂർത്തീകരണം ട്രംപിൽ കൂടെ ആയിരിക്കും സംഭവിക്കുക. തീർച്ചയായും നമുക്കത് കണ്ട് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായിട്ടും. വരും ദിവസങ്ങൾ ഒരു പക്ഷെ സമാധാനത്തിന്റെ ദിവസങ്ങളായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ദൂരതയിലെങ്കിലും നമുക്ക് ആ പ്രതീക്ഷ അല്ല, ഒരു സഡൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം. അതെ. എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്ത് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ 2 ദിവസം ട്രംപ് അധികാരത്തിലേറുന്ന തൊട്ട് പിന്നാലെ തന്നെ 120ഓളം റോക്കറ്റുകൾ, മിസൈലുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ വിമാനത്താവളങ്ങൾ ആക്രമിക്കാൻ. അതായത് അത് ഫലത്തിൽ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ പേടിയില്ല എന്നുള്ളതായിരിക്കാമോ ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും? അല്ല, ഈ മരണം വരെയും പോരാടുക എന്നൊരു നയമാണ് ഇവർക്ക് ഇസ്ലാമിക്. നമ്മൾ ചാവുന്നവരെ പോരാടുക എന്നുള്ളത്. അത് കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും അതിനുവേണ്ടി അവർ ഉപയോഗിക്കും. അവസാനം വരെ പോരാടുകയും ചെയ്യും. പരാജയം ഉണ്ട് എന്ന് ഉറപ്പായാൽ പോലും അവർ യുദ്ധം ചെയ്യും. അത് അവർക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. അതെ, പക്ഷെ കൃത്യമായ തിരിച്ചടി അവർ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കണ്ടിരുന്ന തന്നെ കാണാം, വളരെയധികം ട്രംപ് അധികാരത്തിലേറെ ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും ഇനി ലോകം ശ്രദ്ധയോടുകൂടി കാണുന്നതും കേൾക്കുന്നതും. ഇറാനിലേക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും വിശദമായി അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ട്രംപ് അധികാരത്തിലേറിയപ്പോൾ വ്യക്തമായി തന്നെ പറയാനുള്ള സാധ്യതയുണ്ട്. കണ്ടിരുന്ന് കാണാം. വളരെ നന്ദി.